റൗണ്ട് ഓഫ് 16 ആദ്യ മത്സരമായ കാനഡ മൊറോക്കോ മത്സരത്തിൽ നിന്നും എന്തായാലും കാനഡ ദ ഹോസ്റ്റിംഗ് നേഷൻ വൺ ഓഫ് ദ ഹോസ്റ്റിംഗ് നേഷൻ അങ്ങനെ പുറത്തായിരിക്കുകയാണെന്നുള്ളതാണ് കേട്ടോ. സോ മൊറോക്കോ കാനഡ മത്സരത്തെക്കുറിച്ചുള്ള 3 പോയിന്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തോറ്റുപോയ കാനഡയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സത്യത്തിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല പെർഫോമൻസ് ആണ് കാനഡ കാഴ്ചവെച്ചത്. അവരൊരു ഫൈറ്റിംഗ് സ്പിരിറ്റും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും രണ്ടാമത്തെ പോയിന്റ് അവിടെയാണ് വരുന്നത്. ഈ എത്ര നേരം നിങ്ങൾ മനോഹരമായ ഫുട്ബോൾ കളിച്ചു എന്നുള്ളതല്ല, എത്ര ഗോളുകൾ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും അല്ലെങ്കിൽ ജയിക്കാനുള്ള പോയിന്റ്സ് കരസ്ഥമാക്കാൻ പറ്റുമോ എന്നുള്ളിടത്താണ് നോക്കൗട്ട് മത്സരങ്ങളിലെ ഇമ്പോർട്ടൻസ് വരുന്നതെന്നുള്ളതാണ്. അവിടെയാണ് മൊറോക്കോ തൻ്റെ 50-ാം മിനിറ്റിലും പിന്നീട് അങ്ങോട്ടുള്ള 2 ഗോളുകളും കൂടെ അടിച്ച്, അതായത് മൊത്തത്തിൽ 3 ഗോളുകൾ അടിച്ച് കാനഡയെ പുറത്താക്കിയത് എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉനാഹി ആ 2 ഗോളുകളും ഗംഭീരമായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഭയങ്കര സിമിലർ ആയിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പിന്നെ മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്ന പോലെ ഒരു ആണിയടിക്കൽ അവസാനിപ്പിക്കൽ എന്നുള്ളത് മാത്രമാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തായാലും കാനഡ മൊറോക്കോ മത്സരം, മൊറോക്കോ വേഴ്സ് ലൈക്ക് ആദ്യമൊക്കെ കളിക്കുന്നില്ല എന്ന് തോന്നിയെങ്കിലും അവസാനം കളി അവർ സ്വന്തമാക്കി എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ച് തോന്നിയെന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ചിൽ കുപ്പി ചിൽ ഗൈസ്.